എല്ലാവർക്കും മെക് പോയിന്റ് കേരള PSയിലേക്ക് സ്വാഗതം. ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ 17ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്മോളർ ഡയമീറ്റർ പൈപ്പ് ആൻഡ് കട്ടിങ് മേ ബി ഡൺ ബൈ, അതായത് ചെറിയ ഡയമീറ്റേഴ്സുള്ള പൈപ്പൊക്കെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. പൈപ്പ് കട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1G എന്ന് പറയുന്ന പൊസിഷൻ റോൾ വെൽഡിംഗ് ആണെന്നാണ് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചോളുക. സെക്കൻഡ്, 2G ആണെങ്കിൽ വെർട്ടിക്കലാണ്. 5G ഹോറിസോണ്ടൽ പൊസിഷൻ, ഹോറിസോണ്ടൽ ഫിക്സ്ഡ് പൊസിഷനാണ് 5G. 60 പൈപ്പ് ഇൻ 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചോളൂ. ഇതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഗ്രൂവ് വെൽഡിംഗ് ആണെങ്കിൽ 3G ആണ് വെർട്ടിക്കൽ പൊസിഷൻ എന്നുള്ളത് ഓർത്ത് വെച്ചോളുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലെഫ്റ്റ് വേർഡ് ടെക്നിക് അപ് ടു വിച്ച് ഡയ ഫില്ലർ റോഡ് ക്യാൻ ബി യൂസ്ഡ്. എത്ര ഡയമീറ്റർ വരെ ഫില്ലർ റോഡ് ലെഫ്റ്റ് വേർഡ് ടെക്നിക്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? 4 mm വരെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. നമുക്കറിയാം ലെഫ്റ്റ് വേർഡ് ടെക്നിക്ക് 5 mm മെറ്റൽ തിക്നെസ് വരെയാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നതെന്നും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഫില്ലർ റോഡ് വരുമ്പോൾ അത് 4 mm ആണ് വരുന്നത്. Fourth question, in right way technique up to which dia filler rod can be used. up to which എന്നല്ല, എവിടെ തൊട്ട് എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് പറയാം. 6.3 ആണ് അതിൻ്റെ. ഒന്ന് നോട്ട് ചെയ്തോളാം. റൈറ്റ് വേ ടെക്നിക്കിൽ 6.3 mm ആണ്, ലെഫ്റ്റ് ടെക്നിക്കിൽ 4 mm ആണ്. നോട്ട് ചെയ്തോളാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ വെൽഡിംഗ് മൈൽഡ് സ്റ്റീൽ വിച്ച് ഡയമീറ്റർ ഫില്ലർ റോഡ് നോട്ട് യൂസ്ഡ്. നമുക്ക് തന്നിരിക്കുന്ന ലിസ്റ്റിൽ മൈൽഡ് സ്റ്റീൽ വെൽഡ് ചെയ്യുന്നതിന് എനിക്ക് ഡയമീറ്റർ 4 mm പോകും. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ലിസ്റ്റ്, ഇപ്പോൾ നമുക്ക് ഓപ്ഷൻ ലിസ്റ്റിൽ 4 mm താഴെ ഉള്ളതുകൊണ്ട് 4 mm മുകളിലുള്ളതുണ്ടെങ്കിൽ മൈൽഡ് സ്റ്റീലാണ് എന്നുണ്ടെങ്കിൽ ഫില്ലർ റോഡ് സെലക്ട് ചെയ്യുമ്പോൾ 4 mm ഒരിക്കലും വരാൻ പാടില്ല. അത് നോട്ട് ചെയ്തോളൂ വെച്ചുക. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ വെൽഡിംഗ് കാസ്റ്റിംഗ് ദ ഡയമീറ്റർ ഫില്ലർ റോഡ് ക്യാൻ ബി യൂസ്ഡ് ഈസ്. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ലിസ്റ്റിൽ ഇപ്പോൾ 6 mm അല്ലെങ്കിൽ 6.6 mm താഴെ ഏതെങ്കിലും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അത് റോങ് ആയിരിക്കും. 6 mm എബവ് ഉള്ള വാല്യൂസാണ് കാസ്റ്റ് ചെയ്യേണ്ട കേസിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ കണ്ട അഞ്ചാമത്തെ ക്വസ്റ്റ്യനും ആറാമത്തെ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എക്സാം നല്ല ലെവലിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഫില്ലർ റോഡ്സ് ആർ ടു സ്റ്റോർഡ് അണ്ടർ. ഫില്ലർ റോഡ്സ് എങ്ങനെയായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്? അത് തീർച്ചയായും ഇലക്ട്രോഡ് സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെ ക്ലീൻ ആൻഡ് ഡ്രൈ കണ്ടീഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട ഒരു കേസാണ് ഫില്ലർ റോഡ്സ് എന്ന് പറയുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഫില്ലർ റോഡ്സ് ഈസ് യൂസ് ടു ഗെറ്റ് മിനിമം 35 kg/cm² ടെൻസൈൽ സ്ട്രെങ്ത് ഇൻ ബട്ട് വെൽഡ്. അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. MS ടൈപ്പ് SFS1 ആണ് മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 35 kg/cm² വരുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അതിന് മുന്നേ 44 kg/cm² വരുന്ന കോഡ് എന്ന് പറയുന്നത് SFS2 ആണ്, ടെൻസൈൽ സ്ട്രെങ്ത് ഇൻ ബട്ട് വെൽഡ്. അപ്പോൾ ഫില്ലർ റോഡ് ഇത്രയും മിനിമം ടെൻസൈൽ സ്ട്രെങ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള 2 കോഡിംഗ് ഉണ്ട്. അത് രണ്ടും നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് ചോദിക്കാം. ഇത് എക്സാം ഇച്ചിരി ഹാർഡ് ലെവലാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യനിലേക്ക് വരിക. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ഫില്ലർ റോഡ് നെയിംസ്. നമുക്കറിയാം IS കോഡിംഗ് ഉണ്ട്. IS 1278 1972, IS 2927 1975. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ ലാസ്റ്റത്തെ 2 വർഷങ്ങൾ പോലെ നിങ്ങൾ ഓർത്ത് ചെയ്യുക. 1972 1975. അത് ചിലപ്പോൾ അതെങ്കിലും ഓർത്തിരുന്നാൽ ചിലപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. കാരണം ഒരേ ലാസ്റ്റ് എൻഡിങ് 1972 വരുന്ന 2 കോഡ് ചിലപ്പോൾ എക്സാമിന് ചോദിച്ചെന്ന് വരില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫില്ലർ റോഡ് നെയിംസ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കേണ്ട കാര്യം തന്നെയാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ദ സെലക്ഷൻ ഓഫ് ഫില്ലർ റോഡ് ഡയമീറ്റർ ഡിപ്പെൻഡ്സ് ഓൺ. ഫില്ലർ റോഡ് നമ്മൾ സെലക്ട് ചെയ്ത് എങ്ങനെയാണ്? തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ടു ബി വെൽഡഡ്. നമ്മളത് തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് തന്നെയാണ് അതിന് കൺസിഡർ ചെയ്യുന്നത്. തിക്നെസ് ഓഫ് പ്ലേറ്റ് വെച്ചിട്ട് തന്നെയാണ് നോസിൽ സൈസ് നമ്മൾ സെലക്ട് ചെയ്തത്. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് CCMS. CCMS എന്ന് പറഞ്ഞത് അത് കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീലാണ്. കോപ്പർ കോട്ടഡ് മൈൽഡ് സ്റ്റീലാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് വെൽഡിംഗ് പ്രോസസ് ദ ടോട്ടൽ വെൽഡ് ലൈൻ ക്യാൻ സീൻ അറ്റ് എനി ടൈം. നമുക്കറിയാം പ്ലേറ്റ് വെൽഡിങ്ങിൻ്റെ കേസിൽ ടോട്ടൽ വെൽഡ് ലൈൻ നമുക്ക് കാണാൻ പറ്റും. പൈപ്പ് വെൽഡിങ്ങിൻ്റെ കേസിൽ നമുക്കത് കാണാൻ പറ്റില്ല.
ഫുൾ കാണാൻ പറ്റത്തില്ല, കുറച്ച് ഭാഗമേ കാണാൻ പറ്റൂ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് കോട്ടിംഗ് ഡയമീറ്റർ ടു ദ കോർ വയർ ഡയമീറ്റർ ഇസ് കോൾഡ് കോട്ടിംഗ് ഫാക്ടർ. കോട്ടിംഗ് ഫാക്ടർ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 100% നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോട്ടിംഗ് ഫാക്ടർ 1.25 to 1.3 ആണെങ്കിൽ ലൈറ്റ് കോട്ടഡ് ആണ്, 1.4 to 1.5 ആണെങ്കിൽ മീഡിയം കോട്ടഡ് ആണ്, ഹെവി കോട്ടഡ് എന്ന് പറഞ്ഞാൽ 1.6 to 2.2 വരെയാണ് അതിൻ്റെ വേരിയേഷൻസ് വരുന്നത്. ഇത് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. കോട്ടിംഗ് ഡയമീറ്റർ ടു കോർ വയർ ഡയമീറ്റർ, തിരിഞ്ഞു പോകരുത്. ഓപ്ഷനിൽ നമുക്ക് കോർ വയർ ഡിവൈഡ് ബൈ കോട്ടിംഗ് ഡയ ഉണ്ടാവും. അപ്പോൾ കോട്ടിംഗ് ഡയ ഡിവൈഡ് ബൈ കോർ വയർ എന്ന് ഓർത്ത് വയ്ക്കുക. 13ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഇലക്ട്രോഡ് ഈസ് യൂസ് ടു റൂട്ട് പാസ് വെൽഡിംഗ് ഓഫ് ഹൈ പ്രഷർ പൈപ്സ്. നമുക്കറിയാം അത് സെല്ലുലോസ് ഇലക്ട്രോഡാണ്. അപ്പോൾ നമുക്കറിയാം സെല്ലുലോസ് ഇലക്ട്രോഡ് യൂസ് ചെയ്ത ഹൈ പെനിട്രേഷൻ നമുക്ക് കിട്ടുന്ന ഒരു വെൽഡിംഗ് ആണ് ഇലക്ട്രോഡ് കോട്ടിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ സെല്ലുലോസ് ഇലക്ട്രോഡ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽസ്. ഹൈ സ്ട്രെങ്ത് സ്റ്റീൽസിന് അത് നമ്മൾ യൂസ് ചെയ്യാറില്ല. ലോ സ്ട്രെങ്ത് ഇതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റൂട്ട് പാസ് വെൽഡിങ് ഹൈ പ്രഷർ പൈപ്സിൽ സെല്ലുലോസ് ഇലക്ട്രോഡാണെന്ന് ഓർത്ത് വയ്ക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ, കോട്ടിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ റെക്ടൈൽ ഇലക്ട്രോഡ്. റെക്ടൈൽ ഇലക്ട്രോഡിൻ്റെ കോഡ് ക്യാപിറ്റൽ R ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെക്ടൈൽ ഇലക്ട്രോഡ് എൻ്റെ കോട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, കോട്ടിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ബേസിക് ഓർ ഹൈഡ്രജൻ കൺട്രോൾഡ് ഇലക്ട്രോഡ്. ഹൈഡ്രജൻ അല്ലെങ്കിൽ ബേസിക് എൻട്രോൾഡ് ഇലക്ട്രോഡിൻ്റെ കോട്ടിംഗ് മെറ്റീരിയൽ CaF2, കാൽസ്യം ഫ്ലൂറൈഡ് ഓർ കാൽസ്യം കാർബണേറ്റ്, യൂസ്ഡ് ഫോർ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ പറയുന്ന ഹൈഡ്രജൻ കൺട്രോൾഡ് അല്ലെങ്കിൽ ബേസിക് കൺട്രോൾഡ് ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുന്നത്. 16ാമത്തെ, വിച്ച് മെറ്റീരിയൽ ആഡഡ് ഫോർ സ്റ്റെബിലൈസേഷൻ ഓഫ് ആർക്ക്. നമുക്കറിയാം അത് ചോക്ക് ആൻഡ് മാർബിൾ ഉണ്ടെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ നമ്മൾ ഫ്ലക്സ് എന്നാണ് പറയാറ്. ഇപ്പോൾ ചോക്ക് ആൻഡ് മാർബിൾ ഓപ്ഷനിൽ വരുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ചോക്ക് ആൻഡ് മാർബിൾ ആണ് സ്റ്റെബിലൈസേഷൻ ഓഫ് ആർക്കിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഡീഓക്സിഡൈസേഴ്സ് ആർ ആഡഡ് ടു പ്രിവെൻറ്റ് പോറോസിറ്റി. നമുക്കറിയാം ഓക്സിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പോറോസിറ്റി ഉണ്ടാവും, അപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, സോഡിയം ആൻഡ് പൊട്ടാസ്യം ആഡ് ഇലക്ട്രോഡ്. സോഡിയം പൊട്ടാസ്യം നമ്മുടെ ഇലക്ട്രോഡിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ബെറ്റർ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു ബൈൻഡ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പൊളാരിറ്റി ലൈം കോട്ടർ ഇലക്ട്രോഡ് ഈസ് യൂസ്ഡ്. DC റിവേഴ്സ് പൊളാരിറ്റിയുടെ കേസിലാണ് ലൈം കോട്ടർ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത്. റിവേഴ്സ് പൊളാരിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രോഡ് കണക്റ്റഡ് ടു ദി പോസിറ്റീവ്. അവിടെയായിരിക്കും 2/3 ഓഫ് ദ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ടൈറ്റാനിയം കോട്ടഡ് ഇലക്ട്രോഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ബോത്ത്. ടൈറ്റാനിയം കോട്ടഡ് ഇലക്ട്രോഡ്സ് നമുക്ക് AC-യിലും DC-യിലും യൂസ് ചെയ്യാം. 21, വീണ്ടും ആ സെയിം നമ്പർ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയ വീഡിയോ ആണ്, അപ്പോൾ ഇതിനകത്ത് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് ഇല്ല. ഇലക്ട്രോഡ് സൈസ് റെഫേഴ്സ് ടു ഡയമീറ്റർ ഓഫ് ഇറ്റ്സ് കോർ വയറാണ്. അഗെയിൻ 21ാമത്തെ ക്വസ്റ്റ്യൻ, ഹെഡ് ക്വാർട്ടർ ഓഫ് ബിസ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, ന്യൂഡൽഹി. അത് ചോദിക്കണം ചാൻസ് ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 22ാമത്തെ ക്വസ്റ്റ്യൻ, കാർബൺ ഇലക്ട്രോഡ്സ് ആർ യൂസ്ഡ് ഫോർ. കാർബൺ ഇലക്ട്രോഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കട്ടിംഗ് ആൻഡ് ഗൗജിങ് എന്ന് പറയുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് കാർബൺ ഇലക്ട്രോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രോഡ് കോട്ടിംഗ് ദ ലെറ്റർ E ഇൻഡിക്കേറ്റ്സ്. ഇലക്ട്രോഡ് കോട്ടിംഗ് ആണ്, അത് ഈ ഇലക്ട്രോഡിൽ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോഡ് എഫിഷ്യൻസി ഓഫ് ദ ലെറ്റർ ജെയ്ക്കാണ് ഏറ്റവും കുറവ് എഫിഷ്യൻസി ഉണ്ടാവുക, 110 to 130% ആണ്. ഇനിയിപ്പോൾ K ആണെന്നുണ്ടെങ്കിൽ K ആണെങ്കിൽ 130 to 149% ആണ്. ഇനി നമുക്കത് L ആണെന്നുണ്ടെങ്കിൽ 150% ആൻഡ് എബവ് ആണ്. ഈ മൂന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇലക്ട്രോഡ് എഫിഷ്യൻസി JKL 110 to 130, 130 to 150, 150 ആൻഡ് എബവ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, ദ കോഡ് S ഇൻഡിക്കേറ്റ്സ് അതർ ടൈപ്പ് ഓഫ് കോട്ടിംഗ് എന്നുള്ളതാണ് S ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഇല്ലാത്ത RR ഇൻഡിക്കേറ്റ്, RR നമുക്കറിയാം റെക്ടൈൽ ഹെവി കോട്ടഡ് ആണ് RR എന്നുള്ളത്. R എന്ന് പറഞ്ഞാൽ റെക്ടൈലാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രോഡ് കോട്ടിൻ്റെ സെക്കൻഡ് ഡിജിറ്റ് ഇൻഡിക്കേറ്റ്സ്. പെർസെൻറ്റേജ് ഓഫ് ഇലോങ്ങേഷൻ ആണ് സെക്കൻഡ് ഡിജിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. തേർഡ് വെൽഡിംഗ് പൊസിഷൻ. ഫോർത്ത് ടൈപ്പ് ഓഫ് കോട്ടിംഗ്. ഫസ്റ്റ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ടു ഐഡൻറ്റിഫൈ ദ ഇലക്ട്രോഡ് അഫക്റ്റഡ് ഇലക്ട്രോഡിനെ എങ്ങനെ കണ്ടുപിടിക്കാം? അതിനൊരു വൈറ്റ് ലെയർ കവറിങ് ഉണ്ടായിരിക്കും, അങ്ങനെ നമുക്കത് തിരിച്ചറിയാൻ പറ്റും.
29ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ഇലക്ട്രോഡ് പ്രൊവൈഡ്സ്. നല്ല ഒരു വെൽഡായിരിക്കും, നമുക്ക് സ്മൂത്ത് വെൽഡ് ബീഡായിരിക്കും ഉണ്ടാവുക. 30ാമത്തെ ക്വസ്റ്റ്യൻ അണ്ടർ വാട്ടർ ഇലക്ട്രോഡ് എങ്ങനെയായിരിക്കും അതുണ്ടാവുക? കോട്ടിംഗ് ഓഫ് വാർണിഷ് ബൈ ലാക്വർ പോളിഷിംഗ്, അങ്ങനെയാണ് അണ്ടർ വാട്ടർ ഇലക്ട്രോഡ്സ് ഉണ്ടാവുക. 31ാമത്തെ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ മോർ ദാൻ കോർ ഡയ, അതിനാണ് ഡീപ്പ് പെനിട്രേഷൻ ഇലക്ട്രോഡ്. സെല്ലുലോസ് കോട്ടിംഗ് കൊടുത്ത് കഴിഞ്ഞാൽ ഡീപ്പ് പെനിട്രേഷൻ ഇലക്ട്രോഡ് നമുക്ക് കിട്ടും. 32 ഇതൊരു നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് അവൈലബിൾ ആയി, മിസ്റ്റേക്കാണ്. ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ ഈ ഒരു ഇത് കൊടുത്തില്ല, ഒരുമിച്ച് വന്നിരിക്കുകയാണ്. എങ്കിലും നമുക്ക് നോക്കിപ്പോവാം. നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മീൻസ് PPT ചേഞ്ച് ചെയ്യാനുള്ള സമയം പോലും കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ സ്മോൾ സൈസ് ജോബ്സ് ആർ പ്രീഹീറ്റഡ് ബൈ. സ്മോൾ സൈസ് ജോബ്സിനെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ബ്ലോ പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ലാർജ് സൈസ് ജോബ്സിനെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഫർണസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ നിക്കൽ ആഡഡ് ടു സ്റ്റീൽ ഇൻക്രീസസ് ടഫ്നെസ്. നിക്കൽ നമുക്ക് ക്രോമിയത്തിന് പകരം ആഡ് ചെയ്യാം, കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ ഫ്ലക്സ് യൂസ്ഡ് ഇൻ വെൽഡിംഗ് ഓഫ് ബൊറാക്സ്. തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫ്ലക്സ് യൂസ്ഡ് ഇൻ വെൽഡിംഗ് ഓഫ് ബൊറാക്സ് ആണ്. വെൽഡ് ഡീകെ ഒബ്സർവ്ഡ് എബവ് വിച്ച് ടെമ്പറേച്ചർ ഇൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വെൽഡ് ഡീകെ ഉണ്ടാവുക. അത് 1100 ഡിഗ്രിക്ക് മുകളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ എത്തുമ്പോഴാണ് അതുണ്ടാവുന്നത്. വെൽഡ് ഡീകെ ക്യാൻ ബി അവോയ്ഡഡ് ബൈ ആഡിങ് സിർക്കോണിയം, മോളിബെഡനം, ടൈറ്റാനിയം, കൊളംബിയം ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെൽഡ് ഡീകെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. 37ാമത്തെ ക്വസ്റ്റ്യൻ പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് മീഡിയം കാർബൺ സ്റ്റീൽ 350 to 450 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് അറൗണ്ട് വരുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യൻ ഹൈ കാർബൺ സ്റ്റീൽസ് ആർ നോട്ട് വെൽഡബിൾ യൂസിങ് ഗ്യാസ് വെൽഡിംഗ് പ്രോസസ്സ്. നമുക്കറിയാം ഹൈ കാർബൺ സ്റ്റീലിൻ്റെ കാർബൺ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെൽഡബിലിറ്റി കുറവായിരിക്കും. 39 വിച്ച് എലമെൻറ്റ് ആഡഡ് ടു സ്റ്റീൽ ഇൻക്രീസസ് ഹാർഡ്നെസ്, ടഫ്നെസ്, ആൻറ്റി ഷോക്ക് പ്രോപ്പർട്ടീസ്. മോളിബെഡനമാണ്. ഒന്ന് ഓർത്ത് വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ ഡ്യൂറിങ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡിംഗ് ദ ക്രോമിയം ലോവേഴ്സ് ദ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി ഓഫ് ക്രോമിയം ഈസ് കോൾഡ് വെൽഡ് ഡീകെ. നമുക്കറിയാം ക്രോമിയം നമ്മൾ ആഡ് ചെയ്യുന്നത് കൊറോഷൻ റെസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടാണ്. പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കേസിൽ നമുക്കറിയാം 1600 ഡിഗ്രി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രോമിയത്തിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ കൊറോഷൻസ് അല്ല, ഈ വെൽഡ് ഡീകെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അഡീഷണൽ എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. 41 ഹാർഡ്നെസ് ആൻഡ് അബ്രേഷൻ റെസിസ്റ്റൻസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ആഡിങ് ക്രോമിയം. 42 ടു അവോയ്ഡ് ഡിസ്റ്റോർഷൻ ദ പിച്ച് യൂസ്ഡ് ഇൻ ടാക്ക് വെൽഡിംഗ് 20 to 25 ആണ് പിച്ച് വരുന്നത് ടാക്ക് വെൽഡിങ്ങിൽ. ഇതൊന്നും നിങ്ങൾ കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ പഠിച്ച് ഇരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലോ പൈപ്പ് ആംഗിൾ യൂസ്ഡ് ഫോർ ഹൈ കാർബൺ സ്റ്റീൽ 80 to 90 ഡിഗ്രിയാണ്. ലോ കാർബൺ സ്റ്റീൽസ് ആർ വെൽഡഡ് യൂസിങ് ന്യൂട്രൽ ഫ്ലെയിം. ഇൻ 3 mm thickness of high carbon steel which dia filler rod നോർമലി യൂസിങ് 2 to 3 mm ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇനിയും ഉണ്ടാവും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട്. ഇനിയും ഈ ചാനലിൽ നിന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് തിരക്കായതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. എക്സാം ഡിഫിക്കൽട്ട് ആണെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എക്സാമിന് ഉണ്ടാവുക. ആ ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൽറ്റി ലെവലായിരിക്കില്ല, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് എക്സാം ഡിഫിക്കൽട്ട് ആവുന്നത്. വലിയ വലിയ കാര്യങ്ങൾ ചോദിക്കുമ്പോഴല്ല എക്സാം ഡിഫിക്കൽട്ട് ആവുന്നത്, വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എക്സാമിന് ചോദിക്കുക. അതുകൊണ്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മെക് പോയിൻറ്റ് കേരള PSCയുടെ 17ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഉടനെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.